Hi students, welcome back our economics class. Today we are discussing about a new chapter that is environment and sustainable development. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ എക്കോണമിയിലെ 9th ചാപ്റ്റർ ആയിട്ടുള്ള പരിസ്ഥിതിയും സുസ്ഥിര വികസനവും എന്ന പാഠഭാഗം ആണ്. വാട്ട് ഈസ് എൻവയോൺമെൻറ്റ്? എന്താണ് പരിസ്ഥിതി? Environment is the totality of all resources that our planet has. ഭൂമിയിലെ എല്ലാ വിഭവങ്ങളുടെയും കൂട്ടത്തെയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ആൾ ഗ്ലോബൽ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. അതായത് നമ്മുടെ ഭൂമിയിലെ ജൈവവും അജൈവവുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉൾപ്പെട്ടതാണ് പരിസ്ഥിതി. Biotic factors are all living things like plants, forests, fisheries, microorganisms, worms, insects, birds, animals, etc. അപ്പം ജൈവ ഘടകങ്ങൾ എന്ന് പറയുമ്പം സസ്യങ്ങൾ, അതുപോലെ തന്നെ ജലജീവികൾ, സൂക്ഷ്മജീവികൾ, പക്ഷികൾ, മൃഗങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ജീവനുള്ള എല്ലാതും ഉൾപ്പെടും ബയോട്ടിക് ഫാക്ടേഴ്സിലും. എന്നാൽ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴോ, അതായത് അജൈവ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ which include air, water, sunlight, land, etc. ജീവനില്ലാത്ത വസ്തുക്കൾ, വായു, വെള്ളം, വെയിൽ, മണ്ണ്, ഇതൊക്കെയാണ് അബയോട്ടിക് ഫാക്ടേഴ്സ് എൻ എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫങ്ഷൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. എന്താണ് പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ? The environment performs a large number of functions broadly classified into four. നമുക്കറിയാം എൻവയോൺമെൻറ്റിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ പൊതുവെ 4 ആയിട്ടാണ് അതിനെ തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, സപ്ലൈസ് റിസോഴ്സസ്. വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. All resources we use are supplied by the environment. There are renewable resources and non-renewable resources. നമുക്കറിയാം മനുഷ്യരുപയോഗിക്കുന്ന എല്ലാ വിഭവങ്ങളും നമുക്ക് സപ്ലൈ ചെയ്യുന്നത് ആരാണ്? എൻവയോൺമെൻ്റ് ആണ്, അല്ലേ? അവയെ പ്രധാനമായിട്ടും 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. റിന്യൂവബിൾ റിസോഴ്സസ്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അതായത് പുതുക്കാൻ കഴിയുന്ന വിഭവങ്ങൾ, പുതുക്കാനാകാത്ത വിഭവങ്ങൾ. Renewable resources are those that can be renewed. That is, their supply will not be exhausted with use. They will be continuously regenerated. Examples of renewable resources are water, air, sunshine, fisheries, plants and trees, etc. Renewable resources എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ഉപയോഗിച്ചാലും അത് തീർന്നു പോകുന്നില്ല എന്നുള്ളതാണ്. ഉപയോഗിക്കും തോറും പുനരുൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഭവങ്ങൾ, അതാണ് പുതുക്കാവുന്ന വിഭവങ്ങൾ. അതിൽ വരുന്നതാണ് ജലം, വായു, വെയിൽ, മത്സ്യസമ്പത്ത്, സസ്യങ്ങൾ, ഇതൊക്കെ. എന്നാൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുമ്പോഴോ, ആർ ദോസ് ദാറ്റ് കനോട്ട് ബി റിന്യൂഡ്. ദേ കനോട്ട് ബി റീജനറേറ്റഡ്. ദെയർ സപ്ലൈ വിൽ ബി എക്സോസ്റ്റഡ് വിത്ത് യൂസ്. എക്സാമ്പിൾ കോൾ, പെട്രോളിയം, മിനറൽസ്. അതായത് നമ്മൾ ആ വസ്തുക്കൾ ഉപയോഗിക്കുന്നതോടെ അത് കഴിഞ്ഞു പോകുന്നു, തീർന്നു പോകുന്ന വിഭവങ്ങൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൽക്കരി, പെട്രോളിയം, മിനറൽസ്, ഇതൊക്കെ എന്താണ്? നോൺ റിന്യൂവബിൾ റിസോഴ്സസിന് എക്സാമ്പിളാണ്. ദ സെക്കൻഡ് ഫങ്ഷൻ, അസിമിലേറ്റ്സ് വേസ്റ്റ്. പാഴ്വസ്തുക്കളെ നശിപ്പിക്കുന്നു. ദ എൻവയോൺമെൻറ്റ് ഹാസ് ദ എബിലിറ്റി ടു അബ്സോർബ് വേസ്റ്റ്. അതായത് പരിസ്ഥിതിയുടെ ഒരു കഴിവാണെന്ത്? പാഴ്വസ്തുക്കളെ നശിപ്പിക്കുക എന്നുള്ളത്. മെനി ഓർഗാനിക് വേസ്റ്റ് ദാറ്റ് വി ത്രോ ഔട്ട് ആർ അബ്സോർബ്ഡ് ബൈ ദ സോയിൽ ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു മാനുവർ. നമ്മൾ വലിച്ചെറിയുന്ന പല ജൈവ വസ്തുക്കളും മണ്ണിൽ ലയിച്ച്, അല്ലേ, മണ്ണിൽ ലയിക്കുന്നു. അത് പിന്നീട് എന്തായിട്ട് മാറുന്നു? വളമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ പരിസ്ഥിതിയുടെ രണ്ടാമത്തെ ഫങ്ഷനാണ് എന്ത്? എബിലിറ്റി ടു അബ്സോർബ് വേസ്റ്റ്. ഓക്കെ, ദെൻ തേർഡ് ഫങ്ഷൻ, സസ്റ്റെയിൻസ് ലൈഫ്. ജീവനെ നിലനിർത്തുന്നു. ഹ്യൂമൻ ലൈഫ് ഈസ് സപ്പോർട്ടഡ് ആൻഡ് സസ്റ്റെയിൻഡ് ബൈ ബയോളജിക്കൽ സിസ്റ്റംസ് ലൈക്ക് ക്രോപ്ലാൻഡ്സ്, ഓഷ്യാനിക് ഫിഷറീസ്, ഫ്രഷ് വാട്ടർ സിസ്റ്റംസ് ആൻഡ് ഫോറസ്റ്റ്. അപ്പോൾ മനുഷ്യജീവനെ നിലനിർത്തുന്നതിനാവശ്യമായിട്ട് ഭൂമി, ജലം, വനം, സസ്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെയാണ്, ഇവയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി, അല്ലേ, ഒരു ജൈവ സംവിധാനം അല്ലെങ്കിൽ ജൈവ വൈവിധ്യം. ഓക്കെ, അതാണ് മനുഷ്യനെ നിലനിർത്തുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതം സാധ്യമാക്കുന്നത് ഈ ഒരു ബയോഡൈവേഴ്സിറ്റി ആണ്. ദ നെക്സ്റ്റ് ഫങ്ഷൻ പ്രൊവൈഡ്സ് ഐസ്തെറ്റിക് സർവീസസ്.
സൗന്ദര്യാനുഭൂതി ഒരുക്കുന്നു. From space, the Earth appears as a beautiful blue planet. The Earth provides beautiful, breathtaking scenery. Mountains, rivers, birds, animals, flowers, etc. അതായത് നമ്മൾ ഇപ്പം പുറത്തുനിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ബഹിരാകാശത്തു നിന്നൊക്കെ നോക്കുമ്പോൾ എന്താണ്, എർത്ത് എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു നീല ഗോളമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം അതിൽ മലകളുണ്ട്, പുഴകളുണ്ട്, പക്ഷികളുണ്ട്, അതുപോലെ തന്നെ മൃഗങ്ങൾ, പൂക്കൾ, അങ്ങനെ മനുഷ്യരുടെ മനം കവരുന്ന ഒരുപാട് കാഴ്ചകൾ പ്രകൃതി ഒരുക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എൻവയോൺമെൻറ്റിൻ്റെ മറ്റൊരു ഫങ്ഷനാണ് പ്രൊവൈഡ്സ് എസ്തെറ്റിക് സർവീസ്. ഓക്കെ, മെയിനായിട്ടും 4 ഫങ്ഷനാണ് എന്തിനുള്ളത്, എൻവയോൺമെൻറ്റിന് ഉള്ളത്. നെക്സ്റ്റ് വൺ, ക്യാരിയിങ് കപ്പാസിറ്റി ആൻഡ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. The environmental systems have a carrying capacity. If the utilization of resources is within the carrying capacity, utilization can be sustainable. But if utilization level exceed the carrying capacity, the environment is degraded. This leads to environmental crisis. അതായത് എൻവയോൺമെൻറ്റിന് ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ താങ്ങുന്ന ആ ഒരു ശേഷിക്ക് എന്തുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ക്യാരിയിങ് കപ്പാസിറ്റിക്ക് ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റിസോഴ്സസ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു ലിമിറ്റിനകത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ കഴിയും. പക്ഷേ ആ ലിമിറ്റ് ലംഘിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എൻവയോൺമെൻറ്റ് ഈസ് ഡീഗ്രേഡഡ്, പരിസ്ഥിതി നശിക്കും. അതുപോലെ തന്നെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ, പ്രോബ്ലംസൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടാനും തുടങ്ങുന്നു എന്നുള്ളതാണ്. Then absorption capacity is the capacity of the environment to absorb degradation. When pollution level and waste generation exceed tolerance limits, the environment gets damaged and degraded. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അസിമുലേറ്റ് ദ വേസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ജീർണിക്കുന്നവയെ ഉൾക്കൊള്ളാനുള്ള പരിസ്ഥിതിയുടെ ആ ഒരു എബിലിറ്റി, അതിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനെ ലംഘിക്കുന്ന വിധത്തിൽ പൊല്യൂഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേസ്റ്റുകൾ ഒരുപാടായിക്കഴിഞ്ഞാൽ പരിസ്ഥിതി നശിക്കുന്നു. അതാണ് പല നദികളും വരണ്ടു, അതുപോലെ തന്നെ കുളങ്ങളും തടാകങ്ങളൊക്കെ നശിച്ചു, മണ്ണൊക്കെ വിഷമയമായിട്ട് മാറി. ഇതൊക്കെ സംഭവിച്ചത് എൻവയോൺമെൻറ്റിന് ഉൾക്കൊള്ളാവുന്നതിലധികം എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് ക്യാരിയിങ് കപ്പാസിറ്റി ആൻഡ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ദി ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഓസോൺ ഡിപ്ലീഷൻ ആർ മേജർ എൻവയോൺമെൻറ്റൽ ത്രെറ്റ്സ് ഓഫ് മോഡേൺ ടൈംസ്. ഈ ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാരിസ്ഥിതിക വെല്ലുവിളി എന്ന് പറയുന്നത് ആഗോളതാപനം, അതുപോലെ തന്നെ ഓസോൺ ഡിപ്ലീഷൻ. ഈ 2 കാര്യങ്ങളാണ്. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? The global warming means increase in the average temperature of Earth's atmosphere. അതായത് ഭൗമാന്തരീക്ഷത്തിൽ ശരാശരി താപനിലയിലുള്ള വർധനവ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ആ ഒരു വർധനവ്, അതാണ് ഭൗമാന്തരീക്ഷത്തിൽ എന്ത് വർദ്ധിപ്പിക്കുന്നത്, ചൂട് വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, ഇതൊക്കെയാണ് മെയിനായിട്ടും ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗത്തിൻ്റെ വർധനവ്, അതായത് ഇവ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പം അത് കൂടുതലായിട്ട് വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ആണ്. അതായത് കോള്, പെട്രോളിയം, ഇതൊക്കെ കത്തിക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ആനിമൽ ഡങ്ക് അല്ലേ, ആനിമൽ ഡങ് എന്ന് പറയുമ്പം അത് മീഥേനാണ് റിലീസ് ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കൽക്കരി, പെട്രോളിയം, ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പം ഇപ്പോൾ വാഹനങ്ങളിലൊക്കെ ഇതാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നൊക്കെ കൂടുതൽ അന്തരീക്ഷത്തിലോട്ട് എന്ത് വരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു. അതുപോലെ തന്നെ ഡീഫോറസ്റ്റേഷനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വർധനവിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വനനശീകരണം അല്ലേ. വനനശീകരണം മൂലം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ അന്തരീക്ഷത്തിൻ്റെ താപനില, ഭൗമാന്തരീക്ഷത്തിൻ്റെ താപനിലയിൽ വർധനവുണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ, കോൺസിക്വൻസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഈ ഒരു ആഗോള താപനത്തിൻ്റെ എഫക്റ്റ് എന്താണ്, അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്തായിരിക്കും? ഫസ്റ്റ് വൺ, മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്, അതായത് ധ്രുവപ്രദേശത്തുള്ള മഞ്ഞുമലകളൊക്കെ ഉരുകിത്തുടങ്ങും. ദറ്റ് കോസസ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, അല്ലേ, കാലാവസ്ഥാ വ്യതിയാനം മൂലം. അതുപോലെ തന്നെ റൈസിങ് ഓഫ് സീ ലെവൽ, അപ്പോൾ മഞ്ഞുമലകളൊക്കെ ഉരുകി തുടങ്ങുമ്പം അത് സമുദ്രത്തിലെ അല്ലെങ്കിൽ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ ഇറ്റ് കോസസ് ഫോർ കോസ്റ്റൽ ഫ്ലഡിങ്, തീരപ്രദേശത്തൊക്കെ വെള്ളപ്പൊക്കത്തിന് കാരണമാകും. സ്കേഴ്സിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, ശുദ്ധജല വിതരണത്തിൻ്റെ ദൗർലഭ്യം. എക്സ്റ്റിങ്ഷൻ ഓഫ് മെനി സ്പീഷ്യസ്, പല ജീവജാലങ്ങളും നശിച്ചു പോകുന്നതിന് കാരണമാകുന്നു. ഡ്രോട്ട് ആൻഡ് ഫെമിൻ, വളർച്ചയും ക്ഷാമവും ഒക്കെ ഉണ്ടാവും, അതായത് പട്ടിണി, വരൾച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ പോസിബിലിറ്റി ഓഫ് ട്രോപ്പിക്കൽ സ്റ്റോംസ്, അതിരൂക്ഷമായിട്ടുള്ള കൊടുങ്കാറ്റുകൾ രൂപപ്പെടാൻ കാരണമാകും. ട്രോപ്പിക്കൽ ഡിസീസ്, ഉഷ്ണമേഖലാ രോഗങ്ങളൊക്കെ വർദ്ധിക്കും. ഇതൊക്കെ തന്നെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ നെറ്റ് റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നോക്കുക. എന്താണ് ഫസ്റ്റ് എന്താ പറഞ്ഞത് നമ്മൾ, മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്, അല്ലേ, ധ്രുവപ്രദേശത്ത് മഞ്ഞുമലകളൊക്കെ ഉരുകും. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം വരും. ദെൻ റൈസിങ് ഓഫ് സീ ലെവൽ, കടൽ നിരപ്പിലെ അല്ലെങ്കിൽ സമുദ്ര നിരപ്പിലെ ജലനിരപ്പ് ഉയരാൻ തുടങ്ങും. അതുപോലെ തന്നെ കോസ്റ്റൽ ഫ്ലഡിങ്, തീരപ്രദേശമൊക്കെ വെള്ളത്തിനടിയിലായി പോകും. സ്കേഴ്സിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ള ക്ഷാമമുണ്ടാകും. ദെൻ എക്സ്റ്റിങ്ഷൻ ഓഫ് മെനി സ്പീഷ്യസ്, പല ജീവജാലങ്ങളും നശിച്ചു പോകും. ഡ്രോട്ട് ആൻഡ് ഫെമിൻ, വരൾച്ചയും പട്ടിണിയും ഒക്കെ ഉണ്ടാകും. പോസിബിലിറ്റി ഓഫ് ട്രോപ്പിക്കൽ സ്റ്റോംസ്, കൊടുങ്കാറ്റുകൾ രൂപപ്പെടാൻ കാരണമാകും. ട്രോപ്പിക്കൽ ഡിസീസ്, ഉഷ്ണമേഖലാ രോഗങ്ങളൊക്കെ വർദ്ധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ക്യോട്ടോ പ്രോട്ടോക്കോൾ. അതായത് നമ്മൾ ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് 1997 ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചൊരു സമ്മിറ്റ് ചേരുകയുണ്ടായി. അപ്പോൾ അതിൽ നടന്നിട്ടുള്ള ആ ഒരു ചർച്ചകളുടെ ഫലമായിട്ട് രൂപം കൊണ്ട ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് അറിയപ്പെടുന്നത് ആ ഒരു എഗ്രിമെൻറ്റ് കേട്ടോ. അപ്പോൾ ദിസ് പ്രോട്ടോക്കോൾ കോൾസ് ഫോർ റിഡക്ഷൻ ഇൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ബൈ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വ്യവസായവൽകൃത രാജ്യങ്ങൾ പുറത്തുവിടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അളവ് കുറയ്ക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന അതാണ് ഈ ഒരു പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് വെച്ചാൽ ആഗോളതാപനം ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് 1997 ചേർന്ന ഒരു മീറ്റിംഗ്. ഓക്കെ, അതാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ UN സമ്മിറ്റ് കോപ്പൻഹേഗൻ, അത് ഡെൻമാർക്കിൽ 2009 ഡിസംബർ 7 മുതൽ 18 വരെയാണ് ഈ ഒരു മീറ്റിംഗ് നടന്നത് കേട്ടോ, UN ആഭിമുഖ്യത്തോട് കൂടിയിട്ട്. അപ്പോൾ ഈ ഒരു സമ്മിറ്റിലും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഒരു സമ്മിറ്റ് ആയിരുന്നു അത്. ദെൻ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് പാരീസ് അഗ്രിമെൻറ്റ്. ഇത് 2015 നടന്നത്. ഫ്രാൻസിലെ പാരീസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 2015 നവംബർ 30 മുതൽ ഡിസംബർ 12 വരെയാണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് നടത്തിയത്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 1997 നമ്മൾ പറഞ്ഞു ക്യോട്ടോ പ്രോട്ടോക്കോൾ പറഞ്ഞു. അവിടെ പങ്കെടുത്ത അംഗങ്ങളുടെ ഒരു 11th സെഷൻ കോൺഫറൻസ് ആയിരുന്നു ഈ പാരീസ് അഗ്രിമെൻറ്റ്. അപ്പോൾ ഇതിനകത്തും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് കുറച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചർച്ചയൊക്കെ നടന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓസോൺ ഡിപ്ലീഷനാണ്. Ozone layer in the atmosphere about 12 miles from the Earth's surface contains plenty of ozone. It prevents the sun's harmful ultraviolet light from entering the Earth's atmosphere, thereby functioning as a protective layer. അതായത് ഓസോൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 12 നാഴിക ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിക്കൊരു ആവരണം പോലെ സ്ഥിതി ചെയ്യുന്നതാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യരശ്മിയിലേക്കുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലെത്താതെ തടയുന്നത് ഈ ഓസോൺ പാളിയാണ്. ഓക്കെ, അതായത് ഭൂമിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് വേണമെങ്കിൽ നമുക്ക് ഓസോൺ പാളിയെ പറയാം. പക്ഷേ ഇപ്പോൾ അത് എന്താവുന്നുണ്ട്, ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് CFCയുടെ കൂടുതലായിട്ടുള്ള ഉപയോഗമാണ്. എന്ന് പറയുമ്പോൾ ഇപ്പം AC, റെഫ്രിജറേറ്റർ, സ്പ്രേ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന
ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അന്തരീക്ഷത്തിലെത്തിയിട്ട് ഓസോണിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 1979 90 ഇടയ്ക്കുള്ള കാലത്ത് ഓസോൺ പാളിയുടെ 5% ഡാമേജ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓസോൺ പാളി ഇങ്ങനെ ക്ഷയിക്കുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അന്തരീക്ഷത്തിലെ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികൾ എന്ത് ചെയ്യും, ഭൂമിയുടെ അന്തരീക്ഷത്തിലോട്ട് ഡയറക്റ്റ് ആയിട്ട് എത്തും ഓസോൺ പാളിക്ക് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പം അത് പിന്നീട് എന്തൊക്കെ കാരണങ്ങൾക്ക് പ്രശ്നമായിട്ട് മാറുമെന്നുള്ളതാണ്. അതുമൂലം ഉണ്ടാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓൺ ഡാമേജ് ടു ലിവിങ് ഓർഗാനിസം, അതായത് സൂക്ഷ്മജീവികൾക്കൊക്കെ നാശം സംഭവിക്കും. അതുപോലെ തന്നെ സ്കിൻ ക്യാൻസർ സ്കിൻ ക്യാൻസർ ഉണ്ടാവാൻ കാരണമാകും. ഡാമേജ് ടു അക്വാറ്റിക് ഓർഗാനിസം, ജലജീവികൾക്ക് നാശം സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ ഡാമേജ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾക്ക് പകരം ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളൊരു സമ്മിറ്റാണ് കാനഡയിലെ മോൺട്രിയലിൽ ചേർന്നത് കേട്ടോ. അപ്പോൾ അതറിയപ്പെടുന്നത് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്നാണ്. ഇത് ഓസോൺ ഡിപ്ലീഷനുമായിട്ട് നടന്ന ഓസോൺ ഡിപ്ലീഷൻ റീസൺ അല്ലെങ്കിൽ കാര്യവുമായി ബന്ധപ്പെട്ട് നടന്ന സമ്മിറ്റാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. കാനഡയിലെ മോൺട്രിയലിലാണ് ഈ ഒരു സമ്മിറ്റ് നടന്നത്. സോ ഇപ്പം നമ്മൾ ക്ലോറോ ഫ്ലൂറോ കാർബണിന് പകരം ഹൈഡ്രോ ഫ്ലൂറോ കാർബണാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതെന്ത് സംഭവിക്കുന്നില്ല, ഓസോൺ പാളിയെ നശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഡാമേജിന് കാരണമാകുന്ന 2 കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ തന്നെ പോപ്പുലേഷൻ എക്സ്പ്ലോഷനും. ഓക്കെ, നമുക്കറിയാം 18ാം നൂറ്റാണ്ട് വരെ ലോകത്തിലെ മിക്ക എക്കോണമിയും അഗ്രേറിയൻ എക്കോണമി ആയിരുന്നു, കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു. 18ാം സെഞ്ചുറിക്ക് ശേഷമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ വരാൻ തുടങ്ങിയതും അതോട് കൂടിയിട്ട് തന്നെ ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ വഴിതെളിച്ചു അല്ലേ. ഒരുപാട് ഇപ്പോൾ പ്രൊഡക്ഷനും അതിനനുസരിച്ച് കൺസംഷനും ഒക്കെ കൂടാൻ തുടങ്ങി. സോ അപ്പോൾ നമ്മൾ റിസോഴ്സസ് ഒക്കെ കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയും. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഒരു കാരണമാണ്. ദെൻ ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ചാണെങ്കിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ് എൻവയോൺമെൻറ്റൽ ഡാമേജിന് ഒരു കോസായിട്ട് പറയുന്നത്. കാരണം നമ്മൾ റിസോഴ്സസ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് എന്താണ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി. ദെൻ ക്യാരിയിങ് കപ്പാസിറ്റി ആൻഡ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി, അതുപോലെ എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ് ഗ്ലോബൽ വാർമിങ്, ദെൻ ഓസോൺ ഡിപ്ലീഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.